ഫുഡ് ഫാം ആൻഡ് ട്രാവൽ എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് തിരുവനന്തപുരം ജില്ലയിലെ കൊടുങ്ങല്ലൂർ എന്ന സ്ഥലത്ത് നരിമറ്റത്തെ വീട്ടിൽ ലാലിമ എന്ന ചേച്ചിയാണ്. ലാലിമ ചേച്ചിയെ പറ്റി പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ആ വീട്ടിലേക്ക് ചെല്ലുകയാണെങ്കിൽ, നമ്മൾ അങ്ങനെ കണ്ണടച്ച്, അതായത് സംഗീതം കേൾക്കുന്ന ഒരു ഫീലിൽ അങ്ങനെ ഇരുന്നു പോകും. അത്രയ്ക്ക് പ്രകൃതി രമണീയമായ ഒരു സ്ഥലമാണ്. അതായത് ആരും ആഗ്രഹിച്ചു പോകും ഇങ്ങനെ ഒരു വീട് നമുക്കുണ്ടായിരുന്നുവെങ്കിൽ എന്ന്. വരൂ, നമുക്കൊന്ന് കണ്ടിട്ട് വരാം. ലാലിമ ചേച്ചി ഭയങ്കര ഒരു കർഷകനൊന്നും പറയാൻ കഴിയില്ല, പക്ഷെ ചെടികളെ ഇങ്ങനെ സ്നേഹിച്ച് അതുങ്ങളോട് രാവിലെ എഴുന്നേറ്റ് കൊഞ്ചി. എത്ര മണിക്ക് എഴുന്നേക്കും ചേച്ചി? 4:45 രാവിലെ എഴുന്നേറ്റ് ചെടികളായിട്ടാണ് കൂട്ട്. വെളുക്കുന്നോടും വരെ അകത്ത് പണി ചെയ്യും. 6 മണിയൊക്കെ ആകുമ്പോൾ പുറത്തിറങ്ങി അടിച്ചു പിന്നെ എല്ലാം തുടങ്ങി. എത്ര കാലം ഇത് തുടങ്ങിയിട്ട്? ഇതിപ്പോൾ തുടങ്ങിയിട്ട് 8-10 വർഷമായി. 5-6 വർഷം ആയാലും ഇത്രയും ഒരു ഇതായിട്ട് വന്നത്. അതുവരെ കുറച്ച് ഉണ്ടായിരുന്നു. ഈ 8 വർഷം ആയി ഇപ്പോൾ ശരിക്കും. ഈ 8 വർഷം 10 വർഷം എന്ന് പറഞ്ഞൊരു ചെറിയ കാലഘട്ടമല്ല. ഇത് മെയിൻറ്റെയിൻ ചെയ്യാൻ തന്നെ നല്ല പ്രയാസമാണ്. ഇതൊക്കെ സ്വന്തമായിട്ട് ചെയ്യുന്ന സ്വന്തമായിട്ടാണ്. ഇത് കമ്പി വളച്ചിട്ട് അതിനകത്ത് സിമെന്റ് ഇട്ട് ഉറപ്പിച്ചിരിക്കുക ഒരു ചട്ടിക്കകത്ത്. എന്നിട്ടാണ് അത് വെച്ചിരിക്കുന്നത്. ഹാങ്ങിങ് ഒക്കെ തന്നെ ഉണ്ടാക്കുന്നത്. പ്ലാസ്റ്റിക്, ഇത് ടൊയ്നൂല് പ്ലാസ്റ്റിക് ഒക്കെ ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കുന്നതല്ല. അങ്ങനെയല്ല, ഇതെല്ലാം പൈപ്പും എല്ലാം സ്വന്തമാണ്. ഇത് പേരയുടെ കമ്പ് വെച്ചിട്ട് 2 ഇങ്ങനെ ചികരങ്ങളുള്ളത് അതിലിങ്ങനെ പലക വെച്ചടിച്ചിട്ട്. ഇത് പേരക്കമ്പ. ഇതിങ്ങനെ വെച്ചിട്ട് ഇത് പേരക്കമ്പ. അതായത് നമ്മള് വെട്ടിക്കളയുന്ന പേരയില്ലേ? അതെ, പേരയുടെ കമ്പാണ്. അപ്പൊ അതിൽ എന്നിട്ട് നമ്മൾ പലക വെച്ച് ആണി വെച്ച് അടിച്ചാൽ അതിലുണ്ട് നമുക്ക് സ്റ്റാൻഡ് പോലെ ആക്കാമല്ലോ. ബാക്കിയും കൂടെ നോക്കാം. ഇതൊക്കെ നമ്മൾ ഈ എണ്ണയുടെ ടിന്നുകളാട്ടോ. ഇതെല്ലാം എണ്ണ വെളിച്ചെണ്ണ വരുന്ന ടിന്നുകളാണ്. അതെല്ലാം നമ്മൾ വീട്ടിൽ ഉപയോഗിച്ചിട്ട് മാറ്റിക്കളയുന്ന സാധനങ്ങളുണ്ട്. നമ്മൾ ചെറിയ ചെറിയ പ്ലാസ്റ്റിക് കുപ്പികൾ, എണ്ണയുടെ ക്യാനുകളൊക്കെ എടുത്ത് നമ്മൾ അപ്പം തന്നെ അടുത്ത പറമ്പിലേക്ക് എറിയുകയാണ്. പക്ഷേ ഇവിടെ അത് എങ്ങനെ ഉപയോഗിച്ചിട്ടുണ്ടെന്ന് നമുക്ക് വ്യക്തമായിട്ട് കാണിച്ചു തരും. ചേച്ചി, ഇതൊക്കെ എന്നതാ ചേച്ചി? ഇത് ഫിൽറ്റർ, വാട്ടർ ഫിൽറ്ററിൻ്റെ ആണ്. ഇത് രണ്ടും വാട്ടർ ഫിൽറ്റർ. അത് പഴയതിനെ കളഞ്ഞപ്പം അതിനെടുത്ത് പെയിന്റ് ചെയ്ത് വരച്ച് വെച്ച്. സെൻട്രൽ ഒരു മൂക്ക്. ഇതെന്ന് വെച്ചാൽ വെജിറ്റബിൾ ഓയിൽ വരുന്ന ടിന്ന. ഇത് അതെനിക്കൊരു കൂട്ടുകാരി കൊണ്ടു തന്ന. ഇതെല്ലാം നമ്മൾ മേടിച്ചതാണ്. അതല്ല, അപ്പൊ ഇത് ഇങ്ങനെ കൊണ്ടു തന്നതാ. പുള്ളിക്കാരി ഓരോന്നും ഒഴിവാകുമ്പോ ഇപ്പൊ ഇന്നലെ വിളിച്ച് പറഞ്ഞു ഒഴിവായിട്ടുണ്ടെന്ന്. അന്നേരം എനിക്ക് കൊണ്ടുതരുന്നത് നല്ല സപ്പോർട്ടാ. അവർക്ക് നല്ല സപ്പോർട്ടാ. അവര് ചെടി കിട്ടിയ അന്നേരം അതിന്റെ ഒരു തൈ എനിക്ക് കൊണ്ടുതരും. ഇവിടെ നിന്നാ ഞങ്ങൾക്കും കൂടെ കാണാമല്ലോ എന്നൊക്കെ പറഞ്ഞു. ഇത് കോവിഡ് കാലത്തെ ഒരു പരീക്ഷണമാണ്. ഇത് മുഴുവൻ കോവിഡ് കാലത്തുള്ള ചട്ടികളുണ്ട്. കോവിഡ് കുറെ പേരെ കർഷകരും കൃഷിക്കാരും പൂക്കളെ സ്നേഹിക്കുന്നവരും ഇത്രയും കൂടുതലായിട്ട് ഇങ്ങനെ വന്നത്. എല്ലാരും ചെയ്യുന്നു. അപ്പൊ അന്നേരം നമുക്കും ഒരു ഇത് വരും. കോവിഡ് നൽകിയ പരിഷ്കാരങ്ങളും പുതിയ പുതിയ പരീക്ഷണങ്ങളും ഈ ചട്ടികളെല്ലാം. ഇത്തിരി ബലമുള്ള ഒരു സൈസ് ചെടിയാണേ. അപ്പോൾ അതിൻ്റെ അറ്റത്തൊരു മുള്ളു പോലെയുണ്ട്. അതിലോട്ട് ഈ എന്താ പറയുക, മുട്ടത്തോട് പെയിൻറ്റ് ചെയ്തിട്ട് അതിലോട്ട് വെച്ച് അവിടെ ഇരുന്നുള്ളൂ. കുറേ കാലമായത് വെച്ചിട്ട്. മുട്ടത്തോട് പെയിൻറ്റ് ചെയ്യുന്നതിന് കുഴപ്പമില്ല, പക്ഷെ മുട്ട ഇങ്ങനെ കുത്തിപ്പൊട്ടിക്കുന്നത് എങ്ങനെയാണെന്നൊന്ന് നോക്കിക്കോണം. കണ്ടോ, ഇതെങ്ങനെ ഇത്ര ക്രിയേറ്റീവായിട്ട് കുത്തിപ്പൊട്ടിക്കും? ഇതിങ്ങനെ ചെറുതായിട്ട് പൊട്ടിച്ചെടുക്കണം. എന്താ, ഇങ്ങനെ ചെറുതായിട്ട് പൊട്ടിച്ചെടുത്തിട്ട് ഇതിലോട്ട് ഇങ്ങനെ കുത്തി വെക്കുകയാണ് ചെയ്യുന്നത്. നമ്മളെ ശല്യം ചെയ്യുന്ന ഒച്ചില്ലേ, ആ ഒച്ചിനെ കൊന്നിട്ട് അതിന്റെ തോടെടുത്ത് വെച്ചിരിക്കുന്നത്. അത് കുറെ പണി പെടണം കേട്ടോ. അത് അങ്ങനെ ആക്കി എടുക്കണമെങ്കിൽ കുമ്മായത്തെല്ലാം ഇട്ട് വെച്ച്. അതായത് നമ്മളെ ശല്യം ചെയ്യുന്ന ഒച്ചിനെ പോലും ജീവിക്കാൻ വിടാതെ അതിനെ കൂടെ ക്രിയേറ്റീവായിട്ട് ചെടിയിൽ വെച്ചേക്കാണ്. കണ്ടോ, അതൊരു ഭംഗിയല്ലേ? ഇത് ഒച്ചാണ്. വാർണിഷ് ചെയ്തിട്ട് അങ്ങനെ വെച്ചാൽ ഒത്തിരി കാലം അങ്ങനെ നിന്നോളൂ. ഒച്ച് ഇതെല്ലാം നമ്മൾ വിചാരിക്കുന്ന മറ്റേ കടൽ ഷെൽ എന്തോ കൊണ്ട് വെച്ചേക്കാണെന്ന്. അല്ല, ഒച്ചിനെ എടുത്ത് ക്രിയേറ്റീവായിട്ട് വെച്ചേക്കാണ്. ഇത് ഇതുപോലെ തന്നെ ടിന്നുകൾ മുകൾ ഭാഗം കട്ട് ചെയ്തിട്ട്
അതിനകത്ത് മണ്ണിട്ടിട്ട് വെച്ചിരിക്കുക, താഴ്ഭാഗം സിമെൻറ്റ് വെച്ച് ഉറപ്പിച്ചിരിക്കുക. എന്നിട്ട് മൂക്കും ഒക്കെ വരച്ച് ഈ വരയ്ക്കുന്നതിനാണ് പ്രത്യേകം. ഈ വരയ്ക്കുന്നതൊക്കെ ചേച്ചി തന്നെയാണോ? അതെ അതെ വരയ്ക്കുന്നത്, അതെ അതെ. അത് നമുക്കൊരു ഐഡിയ മനസ്സിൽ തോന്നും. ഇടയ്ക്ക് ഇങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ നമുക്കിങ്ങനെ ചെയ്യണമെന്ന് തോന്നും. പക്ഷെ അത് അത്രയ്ക്കൊന്നും ആകുകയല്ല. പക്ഷെ എനിക്കറിയാവുന്ന തരത്തിൽ ഞാനതങ്ങോട്ട് വരച്ച് വെക്കും. ഓ അത് ശരി. ഇതെല്ലാം അടീനിയാണല്ലേ? അതെല്ലാം അടീനിയ. ഈ ചിരട്ടെല്ലാം ഇങ്ങനെ വളരെ ഇതിവിടെ എന്താ പറയാ, ആണി ഭിത്തിയോലോട്ട് അടിച്ചുറപ്പിച്ചിട്ട് ഈ ചിരട്ടയിലും ഒരു ദ്വാരം ഇടും. ഓ ശരി. എന്നിട്ട് അതിലോട്ട് കയറ്റി വെച്ചിരിക്കുന്നതാ. ഇത് കണ്ടോ, നമ്മൾ ഐശ്വര്യമായിട്ട് രാവിലെ പുട്ടുണ്ടാക്കുന്ന തേങ്ങയാണിത്. ഇതിങ്ങനെ വളരെ ചെറുതായിട്ട് പൊട്ടിച്ചിട്ട് അതിനകത്തുനിന്ന് തേങ്ങ തിരുമ്മി എടുത്ത് പെയിന്റ് ചെയ്ത് വെച്ചിട്ട് അതിനെ കെട്ടിത്തൂക്കിയേക്കുന്നത് എവിടെയാണെന്നറിയാമോ? വണ്ടിയുടെ റിമ്മിൽ. നോക്ക്, ഇത് അവിടെ കയറ്റി കെട്ടിത്തൂക്കി ആ ഒരു ടാലന്റ് നോക്കിക്കേ. വണ്ടിയുടെ ട്രിപ്പ് ഇതന്നെ ആൻറ്റി, ഇതിന്റെ ഒരു ഐഡിയ തന്നെ. ഇത് ഇതുപോലെ തന്നെ നമ്മൾ ഇത് ചെറുതായിട്ട് പൊട്ടിച്ചെടുത്തിട്ട് അതിനകത്ത് ചിരണ്ട എടുക്കാൻ ഇത്തിരി പണിയാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്ന് വെച്ചാൽ ഈ ചിരട്ടയ്ക്ക് കണ്ട 3 ദ്വാരം കൊടുക്കും. എന്നിട്ട് അതിൽ കൂടെ ടൊയ്നൂലില്ലേ, നമ്മുടെ ചൂണ്ട നൂല്, അത് തുളച്ച് ഇത് കെട്ടിയിരിക്കുകയാണ്. അപ്പോൾ ഇത് ഒരിക്കലും പൊട്ടത്തില്ല, ഇതിങ്ങനെ കിടന്നോളും, ഇത് പോകുകയല്ല. അതേസമയം നമ്മൾ പ്ലാസ്റ്റിക് ചിരട്ടൊക്കെയാണ് കുറേ കഴിയുമ്പോൾ പൊട്ടിപ്പോകല്ലേ. പിന്നെ നമുക്ക് ഇത് ഇത്രയും മുകളിൽ നിന്ന് എടുക്കാന്ന് പറഞ്ഞാൽ വലിയ പാടല്ലേ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഇടും. ചെത്തിപ്പൂവായി വരുന്നു. അതെ അതെ. പക്ഷെ വെയിൽ കിട്ടുന്നതാണ് കറക്റ്റ്. ഇവിടെ ആദ്യം പൂവായി, ഇവിടെ വെയിൽ കൂടുതൽ കിട്ടുന്നതുകൊണ്ട് ഇവിടെ അവിടെ ആയി വരുന്നതേ ഉള്ളൂ. അതെ ശരി ശരി. ഇത് വാട്ടർ ഫൗണ്ടൻ. അതെ അതെ അതെ. കൊള്ളാം, നന്നായിട്ടുണ്ട്. ഇത് ഞാൻ പറഞ്ഞില്ലേ, പണ്ട് സ്റ്റിച്ചിങ് സെൻറ്റർ നടത്തി കഴിഞ്ഞപ്പോഴേ കടയിലുണ്ടായിരുന്ന ഒരു സ്റ്റാൻഡാണ്. ആ സ്റ്റാൻഡ് ഇവിടെ കൊണ്ടുവന്നിട്ട് ഇതിനകത്ത് ഫിറ്റ് ചെയ്തു. ഫിറ്റ് ചെയ്തിട്ട് അതിൽ വെച്ചിരിക്കുന്നത്. ഇതെല്ലാം ചിരട്ട, ഇതൊക്കെ ചിരട്ട ഉണ്ടാ. ഇതെല്ലാം നല്ല വലിയ ചിരട്ടകൾ കിട്ടുമ്പം അതെല്ലാം സൂക്ഷിച്ച് വെക്കും. റിയോ പ്ലാന്റ് ഇങ്ങനെ വെയിലുള്ളപ്പോൾ നല്ല കളറായിരിക്കും. ഇതുണ്ടോ, ഇതിനും അതുപോലെ തന്നെ നല്ല കളറായിരിക്കും. അങ്ങനെ അതാണ് ഇവിടെ എല്ലാം റിയോ പ്ലാന്റ് വെക്കാൻ കാരണം. വെയിലുള്ളപ്പോൾ നല്ല കളറിൽ ഇങ്ങനെ തിളങ്ങി നിൽക്കും. അതുപോലെ ഇതും ഇതുപോലെ തന്നെ വെയിലുണ്ടെങ്കിൽ എപ്പോഴും നല്ല പൂവായിരിക്കും. എപ്പോഴും നല്ല പൂവായിരിക്കും. പക്ഷെ ഇതിങ്ങനെ വെയിലത്ത് നിൽക്കുന്നതാണ് നല്ല രസമല്ലേ? അതെ അതെ അതെ. നല്ല വെയിൽ വേണം ഇതിന്. അത് കഴിഞ്ഞിട്ട് പിന്നെ മുട്ടത്തോടെ അങ്ങനെ. ഇതന്നെ ചീനച്ചട്ടിയോ? അതെ അതെ, ചീനച്ചട്ടി പൊട്ടിപ്പോയതാ. നമ്മളൊക്കെ ചീനച്ചട്ടി കിട്ടി അപ്പൊ തന്നെ എടുത്ത് ആക്രിക്കാർക്ക് കൊടുക്കുക. ഒരു ചീനച്ചട്ടിയും കളയത്തില്ല, ഒരു ചീനച്ചട്ടിയും കളയത്തില്ല. ശരിക്കും ഇവിടുത്തെ ഒരു പ്ലാസ്റ്റിക് അങ്ങനത്തെ ഒന്നും കളയത്തില്ല. അതൊക്കെ നമുക്ക് ഉപയോഗം വരും. പ്ലാസ്റ്റിക് ചിരട്ട ഷെല്ലുകൾ ഒന്നും കളയത്തില്ല, അതെല്ലാം ഇങ്ങനെ ഉപയോഗം. ശരി. ഇതിപ്പോൾ എന്തോ പണിക്ക് വന്നപ്പം അവരിട്ടിട്ട് പോയ കമ്പിയാണ്. അപ്പോൾ അതെനിക്ക് ഉപകാരപ്പെട്ടു ആ കമ്പി. ഇതിന് മേക്കപ്പ് ഒന്നും ചെയ്തിട്ടില്ലല്ലോ? അതിന് മേക്കപ്പ് ഒന്നും ചെയ്തില്ല, വെറുതെ വെച്ചിരിക്കുക. എല്ലാത്തിൻ്റെ ഈ കമ്പി ഇട്ട് കുഴിച്ചാണ് മുട്ട എടുക്കുന്നത്. പെയിന്റ് ഞാൻ തന്നെയല്ലേ ചെയ്യുന്നത്. ആ പെയിന്റ് തീരുന്ന ടിന്നുകൾ ഇങ്ങനെ കണ്ണും മൂക്കും വരച്ച് വെച്ചിരിക്കുന്നതാ. കണ്ണും മൂക്കും മാത്രമല്ല, മൂക്കിൻ്റെ ഒക്കെ സ്റ്റൈല് കണ്ടോ? അത് നമുക്ക് അപ്പോഴെന്താണോ തോന്നുന്നത് അതങ്ങ് വരയ്ക്കാന്നുള്ളതേ ഉള്ളൂ. മറ്റേ മാൻമിഴി കണ്ടെന്നൊക്കെ പറയുന്ന പോലെയാണ്. വരച്ച സെന്ററിൽ 2 റെഡിഷും കൊടുത്തിട്ടുണ്ട്. ഇതിനിടയിൽ ഏതോ പാത്രമാണല്ലോ. അത് പാത്രം അത് അലുമിനിയം പാത്രം പെയിന്റ് ചെയ്ത് വെച്ചിരിക്കുന്ന. നമ്മുടെ അടപ്പ് തട്ട് പോയത്. അപ്പൊ അതിനെ പെയിന്റ് ചെയ്തിട്ട് അത് വെച്ചിരിക്കുന്ന PVC പൈപ്പിന് മുകളിൽ. അതിങ്ങനെ എന്താ പറയാ, ഇതുകൊണ്ട് തുളച്ചിട്ട് ചുറ്റും തുളച്ചിരിക്കുക. ശരി. എന്നിട്ടുണ്ടാ ഇത് നമ്മള് ചെറിയ പാത്രം വെക്കുന്ന പാത്രം ഇല്ലേ, കപ്പ് സോസർ. കപ്പ് സോസറിന്റെ സോസറാണ്. ഇവിടുത്തെ ചേട്ടനായതുകൊണ്ട് സഹിക്കുന്നു. കപ്പിന്റെ സോസറാണ്. അല്ല, ഇത് പ്ലാസ്റ്റിക് ആട്ടോ, ഇത് നമുക്ക് പൊട്ടുന്നല്ല, പേടിക്കണ്ട. അതെ ശരി ശരി. അല്ലെങ്കിൽ താഴെ വീണിട്ടുണ്ടെങ്കിൽ പൊട്ടി പോകത്തില്ലേ. പെയിന്റ് അടിക്കുമ്പോൾ ഒരു ഇത് ഓയിൽ വാങ്ങിക്കുമല്ലോ, ആ ഓയിലിന്റെ ടിന്നുകളാണ് ഇതൊക്കെ. ശരി. എന്നിട്ട് മറ്റേ ഊട്ടിയിലൊക്കെ കാണുന്ന പോലെ ചട്ടിക്കകത്തുനിന്ന് മറ്റേ ചെടികൾ താഴോട്ട് വീട് ഒഴുകി വരുന്നല്ലേ. അത് PVC പൈപ്പ് അവിടെ ഒരു സിമെന്റിൽ ഉറപ്പിച്ചിരിക്കുക. അത് PVC പൈപ്പിൽ സിൽവർ പെയിന്റ് അടിച്ചിട്ട് അങ്ങനെ വെച്ചിരിക്കുന്നത്. അത് ഇതുപോലെ തന്നെ ഒരു പാത്രം അടി വെച്ചിട്ടുണ്ട്, അല്ലെ ഇരിക്കല്ല. ആ പാത്രം ഉണ്ടെങ്കിൽ നമുക്ക് ഇതിന് ദ്വാരം ഇട്ടിട്ട് ഇത് ഇടാൻ പറ്റുള്ളൂ. ശരി ശരി. അതും ഇതുപോലെ ഈ എന്താ പറയുക, ചെമ്പിൻ്റെ ഒരു പാത്രമായിരുന്നു ഇത്. അത് ദ്വാരമാക്കിയില്ല. ഇതെന്ന് പറയുന്ന ഒരു ലോണ്ട്രി സ്പേസാണ്. അതായത് സന്ധ്യയൊക്കെ ആകുമ്പോൾ അല്ലെ വെളുപ്പിനെ രാവിലെ നമ്മൾ എഴുന്നേറ്റു ഇവിടെ വന്ന് ചെടികൾക്കൊക്കെ വെള്ളം ഒഴിച്ച് സൗന്ദര്യമൊക്കെ ഒന്ന് കണ്ടിട്ട് നേരെ ഇവിടെ വന്നിരുന്നു. ഇവിടെ ഒരു
ഇത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് വെള്ളമുണ്ടോ? ആ, ഐശ്വര്യമായിട്ട് ഇവിടെ വന്ന് ഇങ്ങനെ കാറ്റൊക്കെ കൊണ്ടിരിക്കാം. ഒരു കാര്യം നമ്മൾ ഒരാഴ്ച ചെയ്താൽ മടുത്തു പോകുന്ന വ്യക്തികളാണ് നമ്മൾ ഓരോരുത്തരും. എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് അങ്ങനെയാണ്. പക്ഷേ 8 വർഷമായിട്ട് ഒരു വീടിൻ്റെ ഫ്രണ്ടിൽ മുറ്റം നിറയെ ഒന്നെന്ന് പറയാൻ കഴിയില്ല, മുറ്റം നിറയെ ചെടികൾ വെച്ച് അതിൻ്റെ സൗന്ദര്യം ഇങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ. അതല്ലേ നമ്മുടെ ആരോഗ്യ രഹസ്യം. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഇരുന്ന് എന്താ പറയുക, രോഗിയായി മാറിപ്പോകും. അല്ലെങ്കിൽ അതാണ് കറക്റ്റ്, അതാണ് എൻ്റെ ആരോഗ്യ രഹസ്യം. ഇല്ലെങ്കിൽ ഞാൻ ഇരുന്ന് രോഗിയായി പോവുകയല്ലേ. നമ്മൾ വെറുതെ ഇരിക്കുകയാണെങ്കിലുണ്ടല്ലോ, മുട്ടുവേദന കാലുവേദന എന്നൊക്കെ പറഞ്ഞല്ലേ എല്ലാവരും പറയില്ലേ. അപ്പൊ അതുപോലെ ആയി പോകും. അപ്പൊ അത് വരാതിരിക്കാൻ വേണ്ടി ഇപ്പൊ ഇതിനകത്ത് നമ്മൾ എത്ര പ്രാവശ്യം നമ്മൾ കയറി ഇറങ്ങി നടക്കണം. അത് ശരിയാ. അങ്ങനെ വരുമ്പോ ഇങ്ങനെ ആകുമ്പോൾ വേറെ എക്സസൈസിന്റെ ആവശ്യങ്ങളൊന്നുമില്ല. ഈ വശവും നമ്മൾ ഓരോ വശത്തെയും ചെടികളാണ്. അപ്പോൾ ഓരോന്നിനും വെള്ളം ഒഴിക്കുകയും കുറേശ്ശെ വളമിടുകയും ചെറിയ പുല്ല് പറിച്ച് എടുക്കുകയും ഒക്കെ ചെയ്യുന്നത് പോലെ ഒരു എക്സ്പീരിയൻസും എന്താ പറയുന്ന ഒരു ഹെൽത്തി എക്സസൈസും കൂടെയാണ്. ഇത് കണ്ടോ, ഒരു സുന്ദരി നിൽക്കുന്ന കണ്ടോ. ആൻറ്റി, ഇതെന്താ ഈ സുന്ദരിയുടെ കഥ? ഇത് ഒരു മിഠായി വരുന്ന കവർ ഇതില്ലേ, ചോക്ലേറ്റ് കിട്ടുന്ന. അതെ അതെ. അപ്പൊ അതിനെ ഇങ്ങനെ എടുത്തിട്ട് ഇത് 2 അടപ്പായിട്ടിലിരിക്കുന്നത് അതിനെ സിമെന്റ് വെച്ച് ഉറപ്പിച്ചു. അത് ശരി. ഉറപ്പിച്ചിട്ട് ഇതിനകത്ത് വെള്ളം ഒഴിക്കണമല്ലോ ഈ ചെടി വെക്കണമെങ്കിൽ. എന്നിട്ട് ഇത് 2 വശത്തും 2ആയിട്ട് അങ്ങനെ ചെയ്തു വെച്ചു. ശരി. അതിന്റെ മേളില് അത് കിളിക്കൂടും കൂടെ ഉണ്ട്. വേണ്ട, ഒരു കിളി ഒളിഞ്ഞിരിക്കുന്നു. ഇത് ഇതെന്താന്നറിയോ, ഇത് നമ്മുടെ റബ്ബറിന്റെ ചിരട്ടയാണെന്നാ തോന്നുന്നത്. ഇത് നമ്മൾ എന്താ പറയാ, റബ്ബർ പാൽ എടുക്കുന്ന ചിരട്ടയാ. ഇത് പ്ലാസ്റ്റിക്കിന്റെ. സ്വന്തം നാട് തിരുവനന്തപുരം തന്നെയാണ്? അല്ല, ഇടുക്കി. ചുമ്മാ അല്ല, എന്റേത് കട്ടപ്പന, ചേട്ടന്റെ മൂലമറ്റം. ചുമ്മാ അല്ല, നമ്മുടെ ഈ കോട്ടയം ഇടുക്കി ഭാഗങ്ങളിൽ മാത്രം കണ്ടപ്പെടുന്ന ഒരു പ്രത്യേക പ്രതിഭാസമാണ്. അതായത് നമ്മുടെ റബ്ബറിൻ്റെ പാലെടുക്കുന്ന ഇതില്ലേ, റബ്ബർ ചിരട്ട. ആ റബ്ബർ ചിരട്ടയാണ് ഈ കാണുന്നത്. അതൊരു പ്ലേറ്റ് ആട്ടോ, അതൊരു പ്ലേറ്റിലാണ് തുളച്ചിരിക്കുന്നത്. കണ്ടോ, അതൊരു പ്ലേറ്റാണ്. പ്ലേറ്റാണ്. ഞാൻ എനിക്കതാണ് പെട്ടെന്ന് എനിക്കൊരു ഡൗട്ട് വന്നത്, തിരുവനന്തപുരംകാരാണോ എന്ന് ചോദിച്ചപ്പം അല്ല, ഇടുക്കിയാണ്, ചേട്ടൻ മൂലമറ്റാന്ന്. അതിൻ്റെ കാണാനുണ്ട് റബ്ബർ ചിരട്ട കിടക്കുന്നു. വീടിൻ്റെ ഒരു സെപ്പറേറ്റ്, അതായത് ഭയങ്കര തണുത്ത ഒരു പ്രദേശമാണ്. തണുത്ത പ്രദേശമാണ്, അധികം വെള്ളമൊന്നും ഒഴിക്കണ്ട. എത്ര ദിവസം കൊണ്ട് ആഴ്ച ഒരിക്കൽ വെള്ളം ഒഴിച്ചാൽ മതി. അത് ശരി. ഇവിടെയുണ്ട് മുട്ടത്തോട്. പിന്നെ ഇതെന്താ? അത് വെറുതെ, ഇതെല്ലാം ഈർക്കിലിയാണ്. ഈർക്കിലി പെയിന്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതിനിടെ കൂടെയാണ് മുട്ടത്തോട് വെച്ചിരിക്കുന്നത്. അതെല്ലാം ഈർക്കിലിയാണ്. അത് പെയിന്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് പല കളറില് കണ്ടോ, പെയിന്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഈർക്കിലിക്ക് പച്ച ചുവപ്പ് കളറുകൾ. ഇതല്ല, ഇങ്ങനെ ചെയ്ത് വെച്ചിരിക്കുക. എന്നിട്ട് അതിൽ കൂടെയാണ് ഈ മുട്ടത്തോട് ഇങ്ങനെ കുത്തി വെച്ചിരിക്കുന്നത്. ഇത് സിമെന്റ് കൊണ്ട്, ഇത് ടർക്കി ടവലല്ലേ, അത് സിമെന്റിൽ മുക്കിയിട്ട് ഇത് സിമെന്റ് ഇങ്ങനെ ഉരുട്ടി വെച്ചിരിക്കുക. ഇത് പിന്നെ പണ്ട് ഓർക്കുന്നുണ്ടോ, നമ്മൾ തുണിയൊക്കെ ഇടുന്ന ഒരു സ്റ്റാൻഡില്ലേ, പഴയ സാരി സ്റ്റാൻഡ്. അപ്പൊ ഇത് ഇടയ്ക്ക് ഞാൻ കടയിൽ കൊണ്ടായിരുന്നു ഇങ്ങനെ റെഡിമെയ്ഡ് തൂക്കിയിടാൻ വേണ്ടി. അത് കഴിഞ്ഞ് അതും കഴിഞ്ഞപ്പോൾ തിരിച്ചു വന്നപ്പം പെയിന്റ് അടിച്ച് ഇങ്ങനെ ആക്കിയിട്ട് ഇട്ടിരിക്കുക. അതിലും അതിമനോഹരമായ ഒരു സാധനം. ഇത്രയും ചെടികളുടെ ഇടയ്ക്ക് ഇങ്ങനെ തണുത്ത കാറ്റൊക്കെ കൊണ്ട് ഇങ്ങനെ ഊഞ്ഞാലൊക്കെ ആടിയിരിക്കണം. ശരിക്കും പറഞ്ഞാൽ കൊച്ചുമക്കൾ വരുമ്പോഴത്തേനെ അവർക്ക് ഇത് കെട്ടി, ഇപ്പൊ കഴിഞ്ഞ ഓണത്തിന് വന്നപ്പോഴത്തേനും എല്ലാം ഒന്ന് പുതുക്കി കെട്ടി എല്ലാം റെഡിയാക്കിയതാ. ശരിക്കും പറഞ്ഞാൽ റിട്ടയർമെന്റ് ആഘോഷിക്കാൻ പറ്റിയ സ്ഥലമാണ് അല്ലേ? ഇടുക്കി മിസ് ചെയ്യുന്നുണ്ടോ? പിന്നെ പക്ഷെ ഇപ്പൊ ഒത്തിരി വർഷങ്ങളായതുകൊണ്ട് ഇപ്പൊ അങ്ങനെ വലിയ ഇവിടെ ആയിട്ട് അങ്ങോട്ട് നമ്മൾ ഇവിടെ ഇടുക്കി, ഇവിടുത്തെ ഇപ്പം നാട്ടിലേക്ക് പോകണം എന്നുള്ള ഒരു ഇതൊന്നും ഇല്ല, ചിന്തയൊന്നും ഇല്ല. അത് ശരി. ശരിക്കും പറഞ്ഞാൽ ഇതൊരു മാവാണ്. ഇത് മാവാണോ എന്ന് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ മേളത്തെ ഇല നോക്കണം. അത്രയും സാധനങ്ങൾ അതിൽ തൂക്കി ഡെക്കറേഷൻ നടത്തിയിട്ടുണ്ട്. ഇതൊക്കെ മൺമറഞ്ഞു പോയ സാധനങ്ങളാണ്, ഇപ്പൊ കാണാനേ ഇല്ലല്ലോ. ഇതിന്റെ 2 ഉണ്ട് കേട്ടോ, വെള്ള ഉള്ളത് കൊണ്ട് അപ്പുറത്തുണ്ട് വെള്ള ഉള്ളത്, ഇതിൽ വെള്ള ഉള്ളതുണ്ട്. ഇതുപോലെ തന്നെ നമ്മുടെ ഉജാലയുടെ അതുപോലത്തെ കാന അവിടെ തൂക്കിയിട്ടിരിക്കുന്നത്, അതിലുകൊണ്ട് കണ്ണുമുക്ക് ഇപ്പുറത്ത് കാണാം. ഇതുപോലെ തന്നെ വെള്ളം കുടിക്കുന്ന കുപ്പിയില്ലേ, വെള്ളം കുടിക്കുന്ന കുപ്പി, അതിനകത്താണ് ഈ ചെടി വെച്ചിരിക്കുന്നത്. ഇതുണ്ടാ, അതിനകത്തുള്ള ചെടി പോയതാ. ദ്വാരത്തിലൂടെ വേറെ ചെടി വെച്ചിട്ടുണ്ടായിരുന്നു, അത് പോയതാ. അത് സിമെന്റ് കൊണ്ട് ഉണ്ടാക്കിയതാ. അത് പാത്രം നമ്മൾ പരീക്ഷിച്ച് നോക്കി, അത് സിമെന്റ് കൊണ്ട് ഉണ്ടാക്കിയതാ ആ പാത്രവും. വീട്ടിൽ നടക്കാനുള്ള സ്പേസ് മാത്രമേ ഇട്ടിട്ടുള്ളൂ, ബാക്കി വെക്കണ്ടെന്ന് പറയുന്നിടത്ത് വെക്കുന്നില്ല. ഈ മറ്റേ ഇതില്ലേ, അതൊക്കെ ഇവിടെയായിരുന്നു ഇരുന്നത്. അപ്പൊ ഇവിടെ വെക്കാൻ പാടില്ല എന്ന് വെച്ചാൽ ഇതിലോട്ട് വേര് വന്നു. അപ്പൊ അതുകൊണ്ട് എല്ലാം അങ്ങോട്ട് മാറ്റി.
ഒരു ടയർ വെച്ചിരിക്കുകയാണ്. എന്നിട്ട് അതിനകത്തൊരു PVC പൈപ്പ് കുഴിച്ചിട്ടിരിക്കുക. അതിൻ്റെ പുറത്ത് ഇതുപോലെ ടയർ വെച്ചിട്ട് അതിനകത്തൊരു ചട്ടി വെച്ചിട്ട് അതിനാണ് ഈ ചെടി വെച്ചിരിക്കുന്നത്. അപ്പം ഇതിനകത്ത് വേറൊരു പ്ലേറ്റ് വെച്ചിട്ടുണ്ട്. എന്നാലേ നമുക്കിങ്ങനെ ദ്വാരമിട്ട് ചിരട്ടകൾ തൂക്കിയിടാം. എനിക്ക് ലാസ്റ്റ് വീട്ടിൽ അടുക്കള ഒന്ന് കാണണം. പ്ലേറ്റ്, ഗ്ലാസ്, കുപ്പികളും എല്ലാം അവിടെ ഉണ്ടോ എന്നൊന്ന് നോക്കണം. അതാ അടുത്ത പൈനാപ്പിൾ കാഴ്ച. കുരുമുളക് എന്ന് പറയുമ്പോഴേ നമുക്ക് കുറ്റിക്കുരുമുളകും ഉണ്ട്, വള്ളിക്കുരുമുളകും ഉണ്ട്. ഈ കുരുമുളക് സാധാരണ നമ്മൾ മുരിങ്ങയോ അല്ലെങ്കിൽ കട്ടിയുള്ള മരങ്ങളിലൊക്കെ കയറ്റി കൊടുത്തത്. പക്ഷേ ഇത് കയറ്റി കൊടുത്തേക്കുന്നത് മറ്റേ ലൂബി എന്ന് പറഞ്ഞ മരമില്ലേ, ചെറിയ നെല്ലിക്ക, ലൂബി മരത്തേലാണ് കയറി പോയേക്കുന്നത്. അതായത് ഉള്ള സ്ഥലത്ത് എന്തൊക്കെ ചെയ്യാമോ അതൊക്കെ ചെയ്തിട്ടുണ്ട്. ഇത് നമ്മുടെ വർക്ക് ഏരിയ ആയിരിക്കും. അതെ 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 അതെ, ടൂൾസൊക്കെ ഇവിടെയാണ് എല്ലാ പരിപാടികളും. അത് ശരി. പിന്നെ ഇത് കിച്ചൻ്റെ ഒരു ഭാഗമാണ്. കിച്ചൻ്റെ ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ തുണികളൊക്കെ കഴുകി ഇടാനാണ് കിച്ചൻ്റെ ഭാഗം ഉപയോഗിക്കുന്നത്. ഇവിടെ ഉണ്ട് ഇഷ്ടംപോലെ കേട്ടോ. ഇത് നമ്മുടെ വീടിൻ്റെ പുറവശമാണ് അല്ലേ ആൻറ്റി? അതെ അതെ, പുറവശമാണ്. ആ, പുറവശമാണ്. ഇവിടെ നല്ല തണുപ്പുണ്ട്, കുറച്ച് മരങ്ങളൊക്കെ ഉള്ളത് കൊണ്ട്. ഈ ഭാഗം എങ്ങനെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? ഇതിപ്പോൾ എല്ലാം എന്താ പറയുക, പച്ചക്കറികൾക്കൊക്കെ വേണ്ടിയിട്ടാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ കൊടിയുണ്ട്, മുഴുവൻ കൊടിത്തോട്ടമായിട്ട് മാറിയിരിക്കുക. എല്ലാം മരങ്ങൾ വെച്ച് പിടിപ്പിച്ചിട്ട് അതെല്ലാം കൊടി വെച്ചിരിക്കുക. അപ്പം മക്കളുടെ അടുത്തോട്ട് കൊണ്ടുപോകാനും എല്ലാം കുരുമുളക് ഇവിടെ നിന്ന് തന്നെയുണ്ട്. അവർക്കെല്ലാം വേണ്ടിയുള്ള കുരുമുളക് ഇവിടെ ഉണ്ടാക്കുന്നുണ്ട്. ഇലക്കറികളും ഉണ്ടല്ലേ? മൈസൂർ ഉണ്ട് ഇലക്കറികളൊക്കെ ഉണ്ട്. അത് ചാമ്പയാണ്. അത് ഒരു പ്രാവശ്യം കായ്ച്ചു, തുടങ്ങിയതേ ഉള്ളൂ, കായ്ച്ചു. ശരി. സാധാരണ നമ്മൾ ആട്ടുകല്ല്, അരകല്ല് തുടങ്ങിയ പുരാതന സാധനങ്ങളൊക്കെ ഇങ്ങനെ മിസ്സായിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് ഇത് ഇവിടെ ഉണ്ട്. അരയ്ക്കോ അതോ ചെടികൾ വെക്കാണോ? അല്ല, നമുക്ക് അത്യാവശ്യം വന്നാൽ ഇപ്പൊ കറണ്ട് ഇല്ലാന്ന് വെച്ചാൽ നമുക്ക് എന്തെങ്കിലും ഒന്ന് ചതച്ചെടുക്കാൻ എടുക്കാമല്ലോ. അതാണ് ഇത് മൂടി വെച്ചിരിക്കുന്നത്, ഒന്നും കാക്കയൊന്നും വന്നിരിക്കാതിരിക്കാൻ. മൂടി വെച്ചിട്ട് അപ്പൊ അതിന്റെ പുറത്ത് ഞാനിപ്പോ തൽക്കാലം അവിടെ വെച്ചതേ ഉള്ളൂ, ഇപ്പൊ ഉപയോഗിക്കുന്നില്ലാത്ത. ആവശ്യം വരുന്ന സമയത്ത് ഇതെടുത്ത്. അതെ 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 അതെ. അത് ഗപ്പിയുണ്ട്. ഗപ്പിയുണ്ട്. ആവശ്യം വരുന്ന സമയത്ത് മാറ്റി വെച്ചിട്ട് പിന്നെ എടുത്ത് വെക്കുക. ഇത് ചെറുകിഴങ്ങ കേട്ടോ. അത് ചെറുകിഴങ്ങൊക്കെ അന്യം നിന്നോണ്ടിരിക്കുന്ന സമയമല്ലേ. ചെറുകിഴങ്ങ് കൃഷി, ചേമ്പ് കൃഷി, ഇതൊക്കെ ചേട്ടൻ്റെ കേട്ടോ. ശരിക്കും നമ്മൾ ഈ നാട്ടുമ്പുറത്തൊക്കെ തൊടിയിലോട്ട് ഇറങ്ങുന്ന സമയത്തെ ഈ ചെറിയ കറി വെക്കാനായിട്ട് ഓടിച്ചെന്ന് തൊടിയിൽ നിന്ന് നുള്ളി എടുക്കുന്ന കുറച്ച് സാധനങ്ങളുണ്ടല്ലേ. ഒരു പപ്പായ ഓടി വന്നെടുത്തു, ഒരു പപ്പായ എടുത്തു, പിന്നെ കുറച്ച് ബിരിയാണിയുടെ ബിരിയാണി ഇല എടുത്തു. ഇത് കുട്ടികൾക്ക് മറ്റേ നവര, നമ്മുടെ ഇവിടുത്തെ പനിക്കൂർക്ക എന്ന് പറയും. പിന്നെ അതുപോലെ തന്നെ ചായ മനസ. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സാധനം, മുക്കുറ്റിയാണ്. ഇതന്നെ ഈ മുക്കുറ്റി ഇങ്ങനെ അവിടെ കുറച്ച് നിർത്തിയിരിക്കുന്ന, പോകാതിരിക്കാൻ വേണ്ടിയിട്ട് പറിച്ച് കളയാൻ നിർത്തിയിരിക്കുന്ന, നമുക്ക് ആവശ്യം വന്നാൽ എടുക്കാൻ വേണ്ടി. അത് ശരി. ഇത് റംബുട്ടാൻ ഒരു തൈ വാങ്ങിച്ച് വെച്ചതാണ്. 3 വർഷമായി കഴിഞ്ഞപ്പം 1-2 കായ ഉണ്ടായി. അതേ ഉള്ളൂ. ഇനിയിപ്പോൾ അടുത്ത വർഷമാകുമ്പോഴത്തേന് നന്നായിട്ട് കായ ഉണ്ടാവും തോന്നുന്നത്. ഇത് എന്താ പറയുക, മൂവാറ്റുപുഴ അനീതി താമസിക്കുന്നുണ്ട്. അവൾ വന്നു കഴിഞ്ഞപ്പോൾ ഒരു തൈ എനിക്ക് കൊണ്ട് തന്നതാണ്. അതും ആ പ്ലാവിൻ്റെ തൈയും. അത് രണ്ടും അനീതി വാങ്ങിച്ചുകൊണ്ട് വന്ന അവിടുന്ന്. ഓരോ ഫ്രണ്ട്സ് കൊടുക്കുന്ന തൈകളും ഉണ്ട്, റിലേറ്റീവ്സ് കൊടുക്കുന്ന തൈകളും ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ എല്ലാവരും കൂടെ ചേർന്നുള്ളൊരു കൃഷി നന്നായിട്ടുണ്ട്. ഞാൻ ശരിക്കും അടുക്കളയിൽ വന്ന് നോക്കി എന്താണെന്നറിയാമോ, പാത്രങ്ങളൊക്കെ ഇവിടെ ഉണ്ടോ അതോ എല്ലാം ചെടി തന്നെയാണോന്ന് അറിയാൻ അടുക്കളയിൽ ഒന്ന് കയറി നോക്കണമെന്ന് പറഞ്ഞത്. വർക്കേരിയയിലുള്ള സ്ഥലമാണ് ഇത്. പക്ഷെ നോക്കിയാൽ തെറ്റൊന്നുമില്ല. നമ്മൾ മറ്റേ മുളക് പൊടി, മഞ്ഞപ്പൊടി, ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ ഇടുന്ന എല്ലാ സാധനങ്ങളിലും ഇവിടെ ചെടികളുണ്ട്. ചെറിയ കുപ്പിയാണ്, അതിനകത്ത് നമ്മൾ തെർമോക്കോൾ നിറച്ചിരിക്കുകയാണ്. ചെറിയ തെർമോക്കോൾ ഉണ്ടല്ലോ, അത് നിറച്ചിട്ട് ഇതിങ്ങനെ നമ്മൾ വരച്ചു. അത് കഴിഞ്ഞിട്ട് ഇതിനകത്ത് ഈർക്കിൽ വെച്ചിട്ട് ഒരു മുട്ട പെയിൻറ്റ് ചെയ്ത്, ഇങ്ങനെ മുട്ടത്തോട് പെയിൻറ്റ് ചെയ്ത് ഇങ്ങനെ വെച്ചിരിക്കുക. അത് ഇത് കണ്ട ഇങ്ങനെ വെച്ചിരിക്കുക. ഇവിടെ ഉണ്ടല്ലോ ചെറിയ കൃഷി, ചെറിയ ഇഞ്ചിയൊക്കെ നട്ടിട്ടുണ്ട്. ഓവൽ ഇതാ ഇപ്പോൾ കായ്ച്ചു വരുന്നുണ്ട്. അത് ശരി. ഇഞ്ചിക്ക് ഇതാ പൂ വന്നു. ഇത് കണ്ടോ നമ്മുടെ അമരപ്പയർ കായ്ച്ചെടുക്കുന്നതൊക്കെ. ഇതാ, ഇത് പലർക്കും അറിയത്തില്ലാത്തൊരു കാര്യം, അമരപ്പയർ. അതെ അതെ അതെ. അത് ഒരു വീട്ടിലേക്ക് ഇനി പച്ചമുളകും മറ്റേ മായം ചേർത്ത മുളക് പൊടി ഒന്നും വാങ്ങിക്കണ്ട, ഒരു കാന്താരി മതി. ധാരാളം അല്ലേ. ഇപ്പം മിക്കല്ലേ, 2 മതി ഒരു കറിക്ക്. ഒരു കാന്താരി ഉണ്ടെങ്കിൽ ഒരു വീട് സെറ്റ്. കോളിഫ്ലവർ നട്ടെങ്കിലും അത്രയ്ക്ക് അതിൽ ഒരെണ്ണത്തിൽ വന്നിട്ടുണ്ട് പൂ. ഇതാ, ഇത് ലാലിമ ചേച്ചി. ഞാൻ ചിലപ്പോൾ സ്നേഹം കൂടുമ്പോൾ ആൻറ്റിന്ന് വിളിക്കും, ചിലപ്പോൾ ചേച്ചിന്ന് വിളിക്കും. കാരണം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മിക്സ് ചെയ്ത് വിളിച്ച് ശീലമായിപ്പോയി. വട്ടിയൂർക്കാവ് കൊടുങ്ങാനൂർ പന്തുകളം ജംഗ്ഷനിലാണ് ചേച്ചിയുടെ വീടുള്ളത്. നമുക്ക് വീട്ടിലിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്ന് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണാനായിട്ട് തോന്നും.
അത്ര രസമാണ്. പച്ചപ്പെന്ന് പറഞ്ഞാൽ ഒരു വശത്ത് പച്ചപ്പും ഒരു വശത്ത് പൂക്കളും. അത്ര രസമാണ്. ചേച്ചി നല്ലൊരു ഡിസൈനറായിരുന്നു ചെറിയ പ്രായത്തിലൊക്കെ. അപ്പോൾ അതിൻ്റെ ഒരു ഡിസൈനിങ് ടെൻഡൻസി നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. പ്രകൃതിയിൽ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ചേച്ചി എന്താ ഇതിൻ്റെ ഒരു ഇതുകൊണ്ട് എന്ത് സംതൃപ്തിയാണ് അതൊന്ന് പറഞ്ഞത്? ഞാൻ ആദ്യം ഒരു 10 വർഷത്തോളം സ്റ്റിച്ചിങ് സെൻറ്റർ നടത്തി. അപ്പം അതിൽ എൻഗേജ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ മക്കളൊക്കെ എല്ലാവരും പോയി ചേട്ടൻ റിട്ടയർ ആയി കഴിഞ്ഞപ്പോൾ ചേട്ടന് പിന്നെ ഒറ്റയ്ക്കാകുമ്പോൾ പാടില്ല. അപ്പം പിന്നെ നിർത്തി. അത് നിർത്തിയപ്പോൾ വീട്ടിലായി കഴിഞ്ഞപ്പോൾ നമുക്ക് അങ്ങനെ വെറുതെ ഇരിക്കാൻ പറ്റത്തില്ല. ഇത്രയും വർഷം നമ്മൾ ജോലി ചെയ്തിട്ട് എൻ്റെ ഓർമ്മ വെച്ച നാൾ പോലെ എനിക്ക് തയ്യൽ ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷെ അന്ന് വീട്ടിൽ നിന്നൊന്നും അനുവദിക്കത്തില്ലാത്തതുകൊണ്ട് തനിയെ രാത്രിയിലിരുന്നൊക്കെ അങ്ങനെയൊക്കെ ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിന്നീട് കല്യാണം കഴിഞ്ഞ് വന്നു കഴിഞ്ഞപ്പോഴത്തേനും ചേട്ടൻ എനിക്ക് മിഷൻ മേടിച്ചു തന്നു. അത് ശരി. അപ്പം പിന്നെ നമുക്ക് അതിലേക്കൊരു ഇതായി അങ്ങനെ ചെയ്തു. കുറേ വർഷങ്ങൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞപ്പോൾ പിന്നെ ചേട്ടൻ റിട്ടയർ ആയി കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ ഞാൻ അതിൽ നിന്ന് പിന്മാറി. അങ്ങനെയാണ് പിന്നെ ചെടിയിലേക്ക് വന്നത്. അപ്പം വീട്ടിലിരിക്കുമ്പോൾ നമുക്ക് ചെടി ചെയ്യാൻ നമുക്ക് സമയം കിട്ടുമല്ലോ. രാവിലെ തന്നെ എല്ലാ പണിയും കഴിഞ്ഞു, മക്കൾ രണ്ടുപേരും ജോലിയിലായിപ്പോയി. അപ്പം പിന്നെ എനിക്ക് സമയം ഇഷ്ടം പോലെ ഉണ്ട്. രാവിലെ തന്നെ ഏതൊരു സ്ത്രീയുടെ വിജയത്തിന് പിന്നിൽ ഒരു പുരുഷനുണ്ടെന്നാണ് പറഞ്ഞു വരുന്നത്. അതായത് ചേട്ടൻ്റെ ഇൻസ്പിറേഷൻ ആണല്ലേ കൂടുതൽ. അപ്പം പിന്നെ അതിലേക്ക് ആയി. പിന്നെ എന്താ പറയുക, രാവിലെ അത് പണ്ട് മുതലേ ചെറുപ്പം മുതലേ നേരത്തെ എഴുന്നേൽക്കുമായിരുന്നു. പഠിക്കുന്ന കാലം തൊട്ടേ നേരത്തെ എഴുന്നേൽക്കണമായിരുന്നു. എനിക്ക് ആ ഒരു സാഹചര്യമായിരുന്നു വീട്ടിൽ. അപ്പം അങ്ങനെ ശീലമായി പോയി കഴിഞ്ഞപ്പം പിന്നെ ആ സമയം തെറ്റിച്ചിട്ടില്ല. അന്ന് മുതലേ ഈ സമയത്ത് തന്നെ എഴുന്നേൽക്കും. അങ്ങനെയായി. അതുകൊണ്ട് ഇഷ്ടംപോലെ ജോലി നമുക്കിത് ചെയ്യാനുള്ള സമയം കിട്ടും. അതെ. അങ്ങനെ വന്നു ഇതെല്ലാം ഇങ്ങനെ ചെയ്യണം എന്നുള്ളൊരു തോന്നുന്നു. അങ്ങനെ കുറച്ചായിട്ട് ഈ ചെടികളെന്ന് പറഞ്ഞാൽ മിക്കവാറും കൂട്ടുകാരികളും ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ, എനിക്കിപ്പോൾ ഒരു ചെടി കിട്ടുകയാണെങ്കിൽ അതിനൊരു തൈ ഉണ്ടാകും. ഞാൻ പുള്ളിക്കാരികൾ അവരിങ്ങോട്ട് തരും. അങ്ങനെയാണ് ഇത്രയും. നമ്മളിപ്പോൾ ഇതെല്ലാം പൈസ കൊടുത്ത് വാങ്ങിക്കാന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ലല്ലോ. അപ്പം അത് അങ്ങനെയൊക്കെയാണ് ഇത് തുടങ്ങിയത്. ഒരുപാട് പേര് വന്ന് കാണുന്നൊക്കെ, ഒത്തിരി പേര്, ഒരുപാട് പേര് വരുന്നുണ്ട്. ഒരുപാട് പേര് വിളിക്കുകയൊക്കെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കുകയൊക്കെ ചെയ്യും. അത് ശരി. എന്തായാലും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതായത് മനസ്സിന് ഭയങ്കര ഒരു സന്തോഷവും കണ്ണിന് ഭയങ്കര കുളിർമ നൽകുക എന്നൊക്കെ പറയത്തില്ലേ, അതേ ഒരു എഫക്റ്റാണ് നമുക്ക്. ഞാൻ ഓരോ പ്രാവശ്യം ഇവിടെ വരലുണ്ട്. അപ്പോൾ വരുമ്പോഴൊക്കെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഓരോ പ്രാവശ്യം വരുമ്പോഴും പുതിയ സാധനങ്ങളും പുതിയ ചെടികളും ഒക്കെ കാണാനും സാധിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ഒരു എഫേർട്ട്, അതായത് രാവിലെ 4 മണി മുതൽ ആരംഭിക്കുന്ന ആ ഒരു എഫർട്ട്, ഈ വീട് നീറ്റാക്കി ഇടുക, അത് മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറഞ്ഞൊരു സ്ത്രീകൾ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ്. അപ്പോൾ അത് വളരെ നല്ല രീതിയിൽ നമ്മുടെ ആൻറ്റി ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്താ പറയുക, എല്ലാവർക്കും ആൻറ്റി ഒരു പ്രചോദനം ആകട്ടെ. എന്നാ ആൻറ്റി അതിനെപ്പറ്റി എന്ത് പറഞ്ഞാൽ? ഓരോ ദിവസവും നമ്മൾ ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു പ്രത്യേക ഒരു സന്തോഷം നമുക്ക് കിട്ടുന്നത്. എന്തെങ്കിലും ചെയ്തുകൊണ്ടിരുന്നാലേ പറ്റുള്ളൂ. ഒരു ദിവസം ഇപ്പം ഞായറാഴ്ച ആണെങ്കിൽ ചിലപ്പോൾ നമ്മൾ പള്ളിയൊക്കെ പോയിട്ട് വന്നിട്ട് പിന്നെ മടിച്ചിരുന്ന് കഴിഞ്ഞാൽ പിന്നെ അന്നത്തെ പോക്കാം. എന്തെങ്കിലും ചെയ്യണം. അപ്പോൾ ആൻറ്റി പറയുന്നത് എന്നാ വെച്ചാൽ എപ്പോഴും എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കണം. പിന്നെ ഇതിൻ്റെ വൃത്തിയാക്കൽ എന്ന് പറഞ്ഞാൽ ഒരു ഭാഗത്തു നിന്ന് വൃത്തിയാക്കി ഫ്രണ്ടിലെത്തുമ്പോൾ അടുത്തത് ചെയ്യാറാവും. കാട് പറിച്ച് ഇപ്പം നമ്മൾ പുല്ല് പറിച്ച് വന്നു കഴിഞ്ഞാൽ ഒരു ഭാഗം പറിച്ച് വന്നു കഴിയുമ്പോഴത്തേന് തീർന്നു കഴിയുമ്പോൾ അടുത്ത ഭാഗം പറിക്കാറായി കഴിയും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് റെസ്റ്റ് എടുക്കാനുള്ള സമയം കിട്ടത്തില്ല. റെസ്റ്റ് എടുത്താൽ ഇത് കരിഞ്ഞു പോകും. റെസ്റ്റ് എടുത്താൽ ഭംഗി നഷ്ടപ്പെട്ട് കരിഞ്ഞു പോകും. അപ്പോൾ എന്തായാലും ഒരു ഭയങ്കര എഫേർട്ട് എടുത്തിട്ട് ഈ ഒരു നാടിന് ഇങ്ങനെ പ്രകൃതി ഭംഗി നൽകി അനുഗ്രഹിച്ചിരിക്കുന്ന ചേച്ചിയുടെ അടുത്തു നിന്ന് ഇന്നത്തേക്കൊരു വിട. പോയിട്ട് പിന്നെ വരും. വീട് അടുത്ത് തന്നെയാണ്. അപ്പോൾ കാണാം.